നമസ്കാരം. FA കപ്പ് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഇടാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി നല്ല തിരക്കിലായത് 2-3 ദിവസമായിട്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് ഇതേമാതിരി ഒരു വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ അതും പറ്റിയില്ല. നല്ല അൺബിലീവബിൾ ബിസി ആയിരുന്നു. അപ്പോൾ ഇന്നലെ ആർസനൽ തോറ്റപ്പോൾ ടൈം ലൈൻ മൊത്തം കെയോസ് ആയിരുന്നു. അപ്പോൾ ഈവൻ യൂട്യൂബിലടക്കം ഒരു കമൻറ്റ് കണ്ടിരുന്നു FA കപ്പിലും പൊട്ടിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു വീഡിയോ ഇറക്കാമെന്ന് വിചാരിച്ചു, ഒരു പോഡ്കാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് സീസൺ ഈസ് ഓവർ, ആർട്ടറ്റ ഔട്ട്, പിന്നെ സിസ്റ്റം ബ്രോക്കൺ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് FA കപ്പിൽ പൊട്ടിയത് നന്നായി ബേസിക്കലി. കാരണം ആ ടീമിൻ്റെ ആ ഒരു കളിയും ആ ഒരു ആർട്ടറ്റയുടെ ചേഞ്ചസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ടീമിന് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്നുള്ളത്. കാരണം ആർസണൽ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ആർസണൽ പ്ലേയേഴ്സ് കുറേ പേര് പിൻവലിഞ്ഞപ്പോൾ ഒരുപാട് സംസാരം ഉണ്ടായിരുന്നു. അതായത് ഈ ടീം ആർസണലും ആർട്ടറ്റയും മനഃപൂർവ്വം പ്ലേയേഴ്സിനെ പിൻവലിക്കുന്നതാണെന്നാണ്. ഇപ്പോൾ നമുക്ക് കാണുന്നത് ഇത് മനഃപൂർവ്വം വലിച്ചോന്നല്ല, ശരിക്കും പ്ലേയേഴ്സ് ശരിക്കും ഫാറ്റീഗ്ഡ് ആണ്. ഇപ്പോൾ ഈ ടീമിൽ FA കപ്പ് ടീമിൽ തന്നെ ഞാൻ കളിയെ പറ്റി വിലയിരുത്താനൊന്നും പോകുന്നില്ല. ഞാൻ പറയണത് FA കപ്പ് ടീമിൽ തന്നെ കളിക്കാത്ത ആൾക്കാരുടെ പ്ലേയേഴ്സിനെ നോക്കൂ. റയ, ഡെക്ലാൻ റൈസ്, സാക്ക, ട്രൊസാഡ്, ഒരുപാട് പേര് കളിക്കാനുണ്ടായിരുന്നില്ല. എന്നിട്ടും ആർസണൽ സെക്കൻഡ് ടീമിനെ വെച്ചിട്ട് ഇറങ്ങിയത്. ഇപ്പോൾ കളിയുടെ ഏറ്റവും എനിക്ക് തോന്നുന്നത് ഒരു പിവോട്ടൽ മൂമെൻ്റ് എന്ന് പറയുന്നത് ആർസണൽ കളിക്ക് തിരിച്ചു വന്നു. 1-1 എന്നുള്ള സ്കോറിൽ തിരിച്ചു വന്നപ്പോൾ ആർട്ടറ്റ എന്താ ചെയ്തത്? ആർട്ടറ്റ കൈ ഹാവർട്സിനെ മാറ്റുക ചെയ്തത്. കാരണം കൈ ഹാവർട്സാണ് ആ ഗോളിന് ആക്ച്വലി അസിസ്റ്റ് കൊടുത്തത്. എന്നിട്ട് പോലും കൈ ഹാവർട്സിനെ മാറ്റുക ചെയ്തത്. കാരണം പുള്ളിക്ക് കളി ജയിക്കണേക്കാൾ FA കപ്പ് ജയിക്കണേക്കാൾ ബേസിക്കലി കൈ ഹാവർട്സിൻ്റെ ലോഡ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കളിയിൽ മാർട്ടിൻ ഓഡെഗാർഡിന് ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മാറ്റി, കൈ ഹാവർട്സിനെ മാറ്റി. അതായത് പ്ലെയേഴ്സിൻ്റെ ലോഡ് മാനേജ് ചെയ്യലാണ് മെയിൻലി ചെയ്തത്. ഇപ്പോൾ ആർസണൽ ഇപ്പോൾ കളി കളിച്ചത് മാക്സ് ഡോമാനെ ഓഡെഗാർഡിൻ്റെ പൊസിഷനിൽ വെച്ച് കളിച്ചത്. മാക്സ് ഡോമാനെ ഓഡെഗാർഡിൻ്റെ പൊസിഷനിൽ വെച്ച് കളിക്കുമ്പോൾ മാക്സ് ഡോമാൻ ഈസ് ഗുഡ്, അറ്റാക്കിംഗ് വൈസ് ഗുഡാണ്. പക്ഷേ ഒരു മിഡ്ഫീൽഡ് 3 കളിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഡിഫെൻസീവ് അവയർനെസ് ഉണ്ടല്ലോ, അത് ഡോമാന് ഇപ്പോഴും യങ് ആണ്. അപ്പോൾ അത് പഠിച്ചില്ല. എന്നിട്ടും ആർട്ടറ്റ ശരിക്ക് അവിടെ തന്നെ കളിപ്പിച്ച്. കാരണം ഓഡെഗാർഡിന് കളിപ്പിക്കാൻ പറ്റില്ല, കൈ ഹാവർട്സിനും കളിപ്പിക്കാൻ പറ്റില്ല. എല്ലാവരും ഈ ലോഡ് മാനേജ് ചെയ്യണം. അതിൻ്റെ ഇടയിൽ ഗബ്രിയേൽ പരിക്ക് വെച്ചിട്ടും പോയി. അപ്പോൾ അതാണ് മെയിൻലി ഈ കളി എത്രത്തോളം എന്നുള്ളത്. FA കപ്പിൽ നിന്ന് പോയത് ഞാൻ പറയുകയാണെങ്കിൽ ഒരു കാര്യത്തിൽ നന്നായി. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഇനിയൊരു സെമി ഫൈനൽ മാച്ച്, ഇനിയൊരു ഫൈനൽ മാച്ച്, അതിന് പോണേക്കാൾ ഭേദം അത്രയും റെസ്റ്റ് കിട്ടില്ല. ഇനിയിപ്പോൾ ചാമ്പ്യൻസ് ലീഗും പ്രീമിയർ ലീഗും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. FA കപ്പ് വിൻ ചെയ്താലും പ്രീമിയർ ലീഗ് പോയി, ചാമ്പ്യൻസ് ലീഗ് പോയി എന്നുണ്ടെങ്കിൽ അത് ഒരു നമുക്ക് പറയാം ആർക്കും പ്രത്യേകിച്ചൊരു സുഖം കിട്ടുന്ന സംഭവം എന്നല്ല. അപ്പോൾ വി ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ ലീഗ് ആൻഡ് ദ ചാമ്പ്യൻസ് ലീഗ്. കളിയെ പറ്റി സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സൗത്താംപ്ടൺ നല്ല ഫോമിൽ കളിക്കുന്ന ടീമാണ്. ഇംഗ്ലണ്ടിലത്തെ ഏറ്റവും ഇൻഫോം ടീമാണ് സൗത്താംപ്ടൺ. എന്നിട്ട് പോലും ആർസണൽ ഇഞ്ചുറി കാരണം ഹെവിലി റൊട്ടേറ്റഡ് 11 ഇറക്കിയത്. ഇത് എക്സ്ക്യൂസ് ഒന്നല്ല, ആർസണൽ സൗത്താംപ്ടനെ തോൽപ്പിക്കേണ്ടതാണ്. കാരണം അത് ലീഗ് 1 സൈഡാണ്, ചാമ്പ്യൻഷിപ്പ് സൈഡാണ്. എന്നാലും അങ്ങനെ റിസൾട്ട് അങ്ങനെ എന്താ പറയുക സർപ്രൈസ് ആവേണ്ട കാര്യമൊന്നുമില്ല. കോൺടാക്സ്റ്റ് നോക്കിയാൽ മതി, കളിയുടെ കോൺടാക്സ്റ്റ് നോക്കിയാൽ മതി. അതായത് ആർസണൽ സൗത്താംപ്ടനോട് തോറ്റു എന്ന് പറയണേക്കാൾ ആർസണലിൻ്റെ സിറ്റുവേഷൻ എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. കാരണം എന്താണെന്നുണ്ടെങ്കിൽ അതായത് ആർട്ടറ്റയുടെ സ്റ്റാർട്ടിങ്ങിൽ കളി തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന 11 എന്ന് പറയണത് നല്ല 11 ആയിരുന്നു. കാരണം ബാക്ക് 4 വലിയ കുഴപ്പമില്ലാണ്ട് കീപ്പ് ചെയ്തു. ഗബ്രിയേലും മോസ്കെറോ ആക്കി, പിന്നെ ലൂയിസ് കെലി കളിച്ചിട്ടുണ്ടായിരുന്നു, ബെൻ വൈറ്റ് കളിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ മിഡ്ഫീൽഡിൽ നോർഗാർഡ് കളിച്ചിട്ടുണ്ടായിരുന്നു, ഓഡെഗാർഡ് കളിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഈസ് ഫൈൻ. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫ് കളി കണ്ടവർക്ക് ക്ലിയർ ആയിരുന്നു. കാരണം ആർസണൽ തന്നെയായിരുന്നു ഡോമിനൻസ് സൈഡ്, സൗത്താംപ്ടൺ ഒന്നല്ല. സൗത്താംപ്ടൺ ബേസിക്കലി പ്രസ് പോലും ചെയ്തില്ല. അവർ കൂടുതലും കൗണ്ടർ അറ്റാക്കിങ്ങിനാണ് അവർ നോക്കിയത്. ഒരുവിധം ടീമുകളൊക്കെ ആർസണലിൻ്റെ അടുത്ത് നോക്കുന്ന സംഭവം തന്നെയാണ്. പക്ഷേ
ആഴ്സണൽ ഫസ്റ്റ് 11, അതായത് കളി തുടങ്ങിയ 11 അവർ പ്രശ്നം ഉണ്ടായിരുന്നില്ല. കളി നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു, ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സിക്യൂഷൻ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഓടുകാടിനൊക്കെ ഒരു മാർട്ടിനിലൊരു കട്ട് ബാക്ക് വന്ന് ഓടുകാടൊക്കെ സ്കോർ ചെയ്യേണ്ടതാണ്. പിന്നെ നമുക്ക് കുറ്റവും പറയാൻ പറ്റില്ല, ചങ്ങാതി ഇത്രയും നാളത്തെ ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് വരുന്നത്, എന്നാലും നന്നായിട്ട് കളിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഒരു എന്തൊക്കെ ടാക്റ്റിക്കൽ ഇതാണെന്നുണ്ടെങ്കിലും ചില സമയത്ത് ഒരു ഇൻഡിവിജ്വൽ മൂവ്മെൻറ്റ്സ് ആണ്. അപ്പോൾ മോസ്കേരയുടെ മിസ്റ്റേക്ക് ഫസ്റ്റ് ഹാഫിൽ തന്നെ, ബെൻ വൈറ്റിൻ്റെ ഒരു എറർ, ഗബ്രിയലിൻ്റെ എന്താ പറയുക മിസ് ജഡ്ജ്മെൻറ്റ് ചില സമയത്ത്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ എറേഴ്സ്, അതായത് അൺഫോഴ്സ്ഡ് എറേഴ്സാണ്. ഇതിപ്പോൾ മറ്റേ ടീം പ്രസ് ചെയ്തിട്ടുണ്ടാക്കിയ എററൊന്നുമല്ല, ഇത് തന്നെത്താൻ ഉണ്ടാക്കിയ ഓരോ മിസ്റ്റേക്സാണ്. അതാണ് കളിയുടെ ബേസിക്കലി സൗത്ത് ആംപ്ടൺ കുറച്ചുകൂടി കോൺഫിഡൻസ് കൊടുത്തത് കളി കാണുമ്പോൾ. പിന്നെ അത് കോൺഫിഡൻസ് വന്നതോട് കൂടിയിട്ട് ആഴ്സണൽ നിന്ന് പിന്നാക്കം പോയി. അത് ആർട്ടറ്റയുടെ സിസ്റ്റം ഫെയിലിയർ ഒന്നുമല്ല, അത് ഫുട്ബോളിലുള്ള സംഭവമാണ്. കാരണം ഒരു റൊട്ടേറ്റർ സൈഡ് കളിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവാം നമുക്ക്, എസ്പെഷ്യലി ആഫ്റ്റർ ദി ഇൻ്റർനാഷണൽ ബ്രേക്ക്. ഡോമാൻ നന്നായിട്ട് കളിച്ചു, ഇൻക്രെഡിബിൾ പ്ലെയറാണ്. ഫോർവേഡ് പ്ലേ കിട്ടില്ലായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഫോർവേഡ് പ്ലേ അടിപൊളിയായിരുന്നു, ഫിയർലെസ് ആയിരുന്നു, നല്ല കുറേ സ്മാർട്ട് ടേൺസും ട്വിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ റോളിൽ കളിക്കുമ്പോൾ, നമ്പർ 10 റോളിൽ കളിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്രസ് ഓർഗനൈസ് ചെയ്യണം. ഒഡെഗാർഡ് ഈസ് ദ ബെസ്റ്റ് ഇൻ ആഴ്സണൽ. കൗണ്ടർ പ്രസ് ലീഡ് ചെയ്യാൻ, സ്ട്രക്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം, ആ ഒരു പൊസിഷനിൽ കളിക്കുന്ന പ്ലെയറിന്. ഡോമാൻ അറ്റാക്കിംഗ് വൈസ് ബ്രില്യൻ്റ് ആയിരുന്നു, പക്ഷേ ഡിഫെൻസീവ്ലി എക്സ്പീരിയൻസ് ഇല്ലായ്മ ശരിക്കും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഗോളിൻ്റെ സിറ്റുവേഷനിൽ ശരിക്കൊരു കൗണ്ടർ പ്രസ് അറ്റംപ്റ്റ് പോലും ഉണ്ടായിരുന്നില്ല. അത് പുള്ളിയുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജാണ്, അപ്പോൾ പുള്ളിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നല്ല, പക്ഷേ അത്. പിന്നെ ബെൻ വൈറ്റിൻ്റെ മിസ്റ്റേക്ക്, ബെൻ വൈറ്റ് കഴിഞ്ഞ ഇതിന് മുമ്പത്തെ കളിയിൽ കരബാവോ കപ്പ് ഫൈനലിൽ കേപ്പ ചെയ്ത സെയിം മിസ്റ്റേക്ക് തന്നെ ബോളിൻ്റെ ഫ്ലൈറ്റ് നോക്കാണ്ട് ജമ്പ് ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ അത് ശരിക്കും അവോയ്ഡ് ചെയ്യാവുന്നൊരു ഗോളായിരുന്നു അത് കളി തിരിച്ചു, ബേസിക്കലി 1-0 എന്നുള്ള സ്കോറിന് തിരിച്ച്. പിന്നെ ആർട്ടറ്റ കൊണ്ടുവന്ന് ചേഞ്ചിൽ കളി 1-1 ആക്കി. 1-1 ആക്കിയപ്പോൾ ആക്ച്വലി ആഴ്സണൽ കുറച്ചുകൂടി വീക്കറായി പറയണമെന്ന്. ശരിക്കും നമ്മൾ പിന്നെന്ന് വന്ന് 1-1 ആക്കിയെന്നുണ്ടെങ്കിൽ കളി കുറച്ചും കൂടി സ്ട്രോങ് ആവേണ്ടതാണ്, ആഴ്സണലിൻ്റെ കളി കുറച്ചും കൂടി സ്ട്രോങ് ആവേണ്ടതാണ്. പക്ഷേ അവിടെ ആഴ്സണൽ വീക്കായി പോയി, കാരണം ഗബ്രിയൽ ഇഞ്ചുറായി പോയി. അതിനുശേഷം ഹാവേർട്സ് വന്നു. ഹാവേർട്സിനെ മാറ്റി, ഹാവേർട്സിൻ്റെ ലോഡ് മാനേജ്മെൻറ്റ് വന്ന് അതോട് കൂടിയിട്ട് എന്താ ഡിഫെൻസീവ് കോർഡിനേഷൻ അങ്ങനെ ഡ്രോപ്പ് ചെയ്ത്. സലീബ ഈസ് അമേസിങ് പ്ലെയർ, പക്ഷേ ഗബ്രിയലിൻ്റെ പോലെ കോർഡിനേഷൻ സ്കില്ല് സലീബയ്ക്കില്ല. സലീബ ഈ സൈലൻ്റ്ലി അടിപൊളിയായിട്ട് കളിക്കുന്നതാണ്, പക്ഷേ ഒരു ടീം ലീഡർഷിപ്പ് ഏറ്റെടുത്തിട്ട് ഗബ്രിയലിനെ പോലെ ചെയ്യുന്നൊരു പ്ലെയർ അല്ല. അപ്പോൾ റൊട്ടേറ്റഡ് ടീം അതോട് കൂടിയിട്ട് ഫ്രജൈലായി, ആക്ച്വലി സ്ട്രക്ചറൊക്കെ അങ്ങോട്ട് പോയി. അപ്പം നോക്കൗട്ട് ഫുട്ബോളിൽ സ്ട്രക്ചർ പോകുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മൊമെൻ്റ് മതി കളിച്ചിരിക്കാനായിട്ട്. അത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ സതാംപ്ടൻ്റെ സെക്കൻഡ് ഗോൾ പെർഫെക്റ്റ് എക്സാമ്പിളാണ്. ഒരു ലോങ് ഗോൾ കിക്കാണ് മോസ്കേരയുടെ സൈഡിലേക്ക്, ഏരിയയിൽ ഡ്യുവലങ്ങോട്ട് കംപ്ലീറ്റ് പോയി തോറ്റ്. സാധാരണഗതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫൻഡർക്ക് ഏരിയൽ ഡ്യുവൽ ഉണ്ടെങ്കിലും കവർ ചെയ്യാനായിട്ട് ഡെക്ലാൻ റൈസ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഡെക്ലാൻ റൈസ് ഒന്നും ഉണ്ടായിരുന്നില്ല, സുബമെൻഡി ഒറ്റയ്ക്കായിരുന്നു. സെക്കൻഡ് ബോൾ തോറ്റു, സെക്കൻഡ് ബോൾ ഡ്യുവൽ തോറ്റു. ട്രാൻസിഷനിൽ 3-4 പ്ലെയേഴ്സായിരുന്നു സൗത്താംപ്ടൻ്റെ. അപ്പോൾ 2-1, ദർ ഇസ് നോ ചാൻസ്. 84th മിനിറ്റിൽ 85th മിനിറ്റിലാണ് അവർ ഗോൾ അടിച്ചത്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതിൽ. ഒരു ഫുൾ സ്ട്രെങ്ത് ആഴ്സണലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുമോ? മേ ബി നോട്ട്, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ FA കപ്പിൽ നിന്ന് പോയത് നന്നായത്. കാരണം FA കപ്പ് വിൻ ചെയ്തിട്ട് ആഴ്സണലിനെ പ്രത്യേകിച്ചൊന്നും തെളിയിക്കല്ലേ. കാരണം FA കപ്പിൻ്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ട്രോഫി വിൻ ചെയ്തിട്ടുള്ള ടീമാണ് ആഴ്സണൽ. അപ്പോൾ ഇതിൽ ആഴ്സണൽ ക്രൈസിസിലാണോ എന്നൊക്കെ ആൾക്കാർ പറയണത് ഇറ്റ്സ് നോട്ട് എ ക്രൈസിസ്. കാരണം പറയുമ്പോൾ ശരിയാണ്, ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ തൊട്ട് മുമ്പത്തെ കളിയും അത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് കളിയും തോറ്റു. യെസ്, അത് അണ്ടർസ്റ്റാൻഡബിളാണ്. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം എന്താണെന്നുണ്ടെങ്കിൽ അത്രയും പ്ലെയേഴ്സ് ഇല്ലാണ്ടാണ് ആഴ്സണൽ കളിച്ചത്. അപ്പോൾ ഈ പ്ലെയേഴ്സൊക്കെ തിരിച്ചു വരുന്നതോട് കൂടിയിട്ട് ഐ തിങ്ക് ദേ വിൽ ബി ബാക്ക്. ഇപ്പോൾ നെക്സ്റ്റ് കളി എന്ന് പറയുന്നത് സ്പോർട്ടിംഗ് ലിസ്ബണായിട്ടാണ് ചാമ്പ്യൻസ് ലീഗിൽ. ഐ തിങ്ക് ആഴ്സണൽ ഈസ് ഗോയിങ് ടു ബി ഗുഡ് ഇൻ ദാറ്റ് ഗെയിം. ബേസിക്കലി സെക്കൻഡ് സ്ട്രിങ് 11 വെച്ചിട്ടാണ് ആഴ്സണൽ തോറ്റത്.
ഇപ്പോൾ റയൻ ഉണ്ടായിരുന്നില്ല, ടിംബർ ഉണ്ടായിരുന്നില്ല, സലീബ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, റൈസ് ഇല്ല, സാക്കില്ല, ട്രൊസാർഡില്ല, യോക്കറസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കലാഫീര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എസെ ഉണ്ടായിരുന്നില്ല. ഒഡഗാർഡ് കളിച്ചത് പരിക്ക് മാറിയിട്ട് ഫസ്റ്റ് കളിയാണ് ഒഡഗാർഡ് വന്നത്. അപ്പോൾ ആർസണലിന് എന്താ പറയുക, സീസൺ കൊളാപ്സ് എന്നൊക്കെ പറയണത് ഇറ്റ്സ് കംപ്ലീറ്റ് വിഡ്ഢിത്തരം എന്ന് പറയില്ലേ, അതാണ്. അപ്പോൾ പണ്ഡിറ്റ്സ് ഓക്കെ എന്താ പറയുക, ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറയാം, പക്ഷേ ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ആ കൂടി 7 കളിയുള്ളൂ ഇനി ലീഗിൽ, 7 കളിയുള്ളപ്പോൾ ആർസണലിന് 9 പോയിൻറ്റ് ക്ലിയർ ഉണ്ട്. സിറ്റിക്ക് ഒരു കളി കയ്യിലുണ്ട്, പക്ഷേ അത് ചെൽസി ആയിട്ടാണ് കളി, ചെൽസി ആയിട്ട് എവേ മാച്ച്. അപ്പോൾ ആർസണലിന് നെക്സ്റ്റ് ഗെയിം ബോൺമത്തായിട്ടാണ്, ബോൺമത്തായിട്ടുള്ള കളി ജയിക്കാനാണ് നോക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി ചാമ്പ്യൻസ് ലീഗാണ് അടുത്ത കളി വരുന്നത്. ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലാണ് വരുന്നത് സ്പോർട്ടിംഗ് ലിസ്ബണായിട്ട്. ഐ തിങ്ക് ഫസ്റ്റ് സ്പോർട്ടിംഗ് ലിസ്ബണിൻ്റെ ഗ്രൗണ്ടിലായ കാരണം ഐ തിങ്ക് ആർസണൽ ഈസ് ഗോയിങ് ടു സ്റ്റേ ഇൻ ദ ഗെയിം, ഐദർ എ ഡ്രോ ഓർ എ വിൻ. അതാണ് ഭയങ്കര ഓപ്പൺ ഗെയിമൊന്നും പ്രതീക്ഷിക്കേണ്ട. ആർസണലിൽ ഗോള് കൺസീഡ് ചെയ്യാണ്ടിരിക്കുക നോക്കുള്ളൂ ഫസ്റ്റ് ചാൻസിൽ. എമിറേറ്റ്സ് കളി ജയിക്കുക എന്നുള്ള നിലയ്ക്കായിരിക്കും ആർസണൽ കളിക്കുന്നുണ്ടാവുക. അതാണ് എൻ്റെത്. കപ്പ് ഫുട്ബോളിൽ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്താൽ മതി, എസ്പെഷ്യലി ചാമ്പ്യൻസ് ലീഗിലൊക്കെ. ആർസണലിനെ സംബന്ധിച്ച് ശരിക്കുള്ള കൺസേൺ കൂടി ഒറ്റ കൺസേൺ ആണല്ലോ, ഇഞ്ചുറീസ്. ഗബ്രിയേൽ, ടിംബർ, റൈസ്, സാക്ക, ട്രൊസാർഡ് ഇവരൊക്കെ ഫിറ്റായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, കാരണം ഈ പ്ലെയേഴ്സ് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ദെൻ ഐ തിങ്ക് ദർ ഈസ് നോ ഇഷ്യൂ. ആർസണൽ കപ്പ് വിൻ ചെയ്യുക ചെയ്യും, അതായത് ലീഗ് വിൻ ചെയ്യുക ചെയ്യും. അപ്പോൾ എത്തിഹാദിൽ കളിയാണെങ്കിലും ഏത് ഗ്രൗണ്ടിൽ കളിയാണെങ്കിലും ഐ തിങ്ക് ആർസണൽ ഈസ് ഗോയിങ് ടു വിൻ. അപ്പോൾ ഈ പ്ലേയേഴ്സ് പക്ഷെ തിരിച്ചു വരണം, ദാറ്റ്സ് ദ മെയിൻ തിങ്. അപ്പോൾ പാനിക് മോഡാവേണ്ട കാര്യമൊന്നുമില്ല, ക്രൈസിസും ഇല്ല. സീസൺ ഇപ്പോഴും ആർസണലിൻ്റെ കൺട്രോളിൽ തന്നെയാണ്. അപ്പോൾ നോ നീഡ് വറി. പ്രോഗ്രസ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ അല്ല, പറയാറില്ലേ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സെറ്റ് ബാക്സ് വരും. FA കപ്പിൽ തോറ്റത് ഐ ഡിഡ്ന്റ് കെയർ അബൌട്ട് ഇറ്റ്. ആക്ച്വലി ഞാനങ്ങനെ മൈൻഡ് ചെയ്തില്ലേ ആക്ച്വലി ആ സംഭവം. ഞാൻ ഒരു ആക്ച്വലി നല്ല ബിസി ആയിരുന്നു, എന്നാലും കളി തോറ്റതുകൊണ്ട് എനിക്കൊരു വിഷമവും തോന്നിയില്ല. അപ്പോൾ കാമാണ്, നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. കാരണം കളിയുടെ ഈ സ്റ്റോറി, ഈ സീസൺ ഇപ്പോഴും തീർന്നിട്ടൊന്നുമില്ല. പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗും, ദാറ്റ്സ് ദ മെയിൻ 2 ട്രോഫീസ് ആർസണൽ ഹാസ് ടു ഗോ ഫോർ, നോട്ട് FA കപ്പ് ഓർ കാർലിംഗ് കപ്പ് ഓ കരാബോ കപ്പ്. അപ്പോൾ ഇനി ചാമ്പ്യൻസ് ലീഗ് സ്പോർട്ടിംഗ് ലിസ്ബണയുടെ കളി. അപ്പോൾ ആ കളി കഴിഞ്ഞിട്ട് നമുക്ക് വരാം. ഓക്കെ, ശരി.